അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് KNMന്റെ പ്രസിഡന്റ് അബ്ദുള്ള കോയ മദനിയുടെ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉടലെടുത്ത പാണക്കാട് സ്നേഹവും സാദാത്യങ്ങളോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ സമസ്തക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുതകരമായ പരാമർശവുമായി ബന്ധപ്പെട്ട് ചാനലിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. പാണക്കാട് സാദാത്യങ്ങളെ കേരളത്തിൽ അവർ അഹ്ലു ബൈത്തല്ല, സയ്യിദന്മാരല്ല, സയ്യിദന്മാര് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ അല്ല, അതൊക്കെ കർബലയിൽ തീർന്നു പോയിട്ടുണ്ട് തുടങ്ങിയ പ്രചരണങ്ങളൊക്കെ നടത്തി അവരുടെ പരമ്പരയെയും കുടുംബ മഹിമയെയും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വഹാബികൾ ഇപ്പോ ഒരു പ്രത്യേകമായ ഒരു പാണക്കാട് സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് അത്ഭുതത്തോടെയും ആശങ്കയോടെയും അതിലുപരി പരിഹാസത്തോടെയുമാണ് ബോധമുള്ള ആളുകളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇവരുടെ പ്രഭാഷണത്തിന്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പല രൂപത്തിലും തിരഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവുന്ന. അത് ഞാനത് പറയാൻ കാരണം, അബ്ദുള്ള കോയ മദനിയുടെ ആ പ്രഭാഷണത്തിന് ശേഷം നടന്ന പ്രസംഗങ്ങളിൽ തന്നെ ഒരുപക്ഷെ അബ്ദുള്ള കോയ മദനിക്ക് വേണ്ട മറുപടി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചിരുന്നു. കാരണം അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റേജിലുള്ള ചില മൗലവിമാരുടെ മുഖം ക്യാമറയിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ മുഖത്തിൽ നിന്ന് അബ്ദുള്ള കോയ മദനിയുടെ പരാമർശത്തോട് അവരുടെ മാനസിക നില എന്താണ് എന്ന് പ്രകടമായിരുന്നു. അപ്പൊ ആ പ്രസംഗം കിട്ടിയാൽ നമ്മൾക്ക് കുറെ സംസാരം ഒഴിവായി കിട്ടില്ല, അവരെ കൊണ്ട് മറുപടി അറിയിച്ചാൽ മതിയല്ലോ എന്നുള്ള നിലക്കാണ് അത് ചോദിച്ചത്. ഏതായാലും ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ എനിക്കതിന്റെ പ്രഭാഷണത്തിന്റെ ഫുൾ ഭാഗങ്ങൾ അയച്ചു തന്നു. വലിയ സന്തോഷം. അപ്പൊ ആ പ്രസംഗം ഓരോ മിനിറ്റും എടുത്ത് വിശദീകരിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. അമ്മാതിരി സഫാഹത്താണ് അയാൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന് മാത്രമുള്ള സമയം നമ്മളെ കയ്യിലില്ല. അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. പിന്നെ ആ പ്രസംഗത്തിന്റെ വീഡിയോ, ആ പ്രസംഗത്തിന്റെ താഴെ വഹാബികൾ തന്നെ അബ്ദുള്ള കോയ മദനിക്ക് വേണ്ട മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം അവര് പൊതുവെ അബ്ദുള്ള കോയ മദനിയെ ഒരു നുണയനായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. ഇയാൾ നുണ പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് എന്നാണ് മുജാഹിദ് മൗലവിമാര് തന്നെ TP അബ്ദുള്ള കോയ മദനിയെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. പാണക്കാട് സയ്യിദന്മാരെ ബഹുമാനിക്കുന്നതിനെയും ആദരിക്കുന്നതിനെയും കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്ന, ചരിത്രത്തിൽ ആദ്യമായി മുജാഹിദ് സമ്മേളന വേദിയിൽ നിന്ന് അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നമ്മൾ കേട്ടിരുന്ന ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പ്രഭാഷകനായിട്ട് അവിടെ എത്തിയത് ഹനീഫ് കായക്കൂടിയാണ്. ഹനീഫ് കായക്കൂടിയുടെ പ്രഭാഷണ മധ്യേ ഹനീഫ് കായക്കൂടിയുടെ പരാമർശത്തെ നിങ്ങളൊന്ന് കേൾക്കുക. അപ്പൊ ഈ അബ്ദുള്ള കോയ മദനി പറഞ്ഞതിലുള്ള ആത്മാർത്ഥതയും സ്റ്റേജിലും സദസ്സിലും ഉണ്ടായിരുന്ന മറ്റു വഹാബികൾക്ക് സയ്യിദന്മാരോടും അഹ്ലു ബൈത്തിനോടുമുള്ള നിലപാട് എന്താണ്, വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അബ്ദുള്ള കോയ മദനിന്റെ ആ പ്രസംഗം ചാനലിലൂടെ വന്നത് കേട്ടിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ അഭിനയ പാണക്കാട് സ്നേഹികളായ ചില ആളുകൾ ഭയങ്കര ഊറ്റം കൊണ്ട് ഇവരൊക്കെ ഇപ്പൊ പാണക്കാട് തങ്ങന്മാരെ വല്ലാതെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ വല്ലാതെ ബഹുമാനിക്കുന്ന ആളുകളാണ്, സുന്നികളായ സമസ്തക്കാരായ ചിലപ്പോൾ ഷജറകൾ എന്നും പറയും, സമസ്തക്കാരെന്നും പറയും, ഇവർക്കാണ് ഇപ്പോൾ പാണക്കാട്ടുകാരോട് സ്നേഹമില്ലാത്ത എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നടക്കണേണ്ടിരുന്നു. അപ്പൊ അവരും കൂടി ഇതൊന്ന് കേൾക്കണത് നല്ലതാണ്. വഹാബി തന്നെയാണ്. അത് അന്നും ഇന്നും എന്നും വഹാബി തന്നെയാണ്. അവരുടെ ആ സെൽഫിയത്ത് അത് മാറും എന്ന് ആരും സ്വപ്നം കാണണ്ട. ഈ വിശ്വാസം മുസ്ലിം സമൂഹം സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ജാറങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്, സിദ്ധന്മാർക്ക് എന്ത് പ്രസക്തിയാണുള്ളത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കണക്കുനോട്ടക്കാർക്ക്, ജ്യോത്സ്യന്മാർക്ക്, സിദ്ധന്മാർക്ക്, തങ്ങന്മാർക്ക്, ജിമ്മമാർക്ക്, ബീവിമാർക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചു. കണക്കുനോട്ടക്കാർക്ക്, ജ്യോത്സ്യന്മാർക്ക്, സിദ്ധന്മാർക്ക്, തങ്ങന്മാർക്ക്, ജിമ്മമാർക്ക്, ബീവിമാർക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് സുന്നികൾ നടക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ ചില ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട്
അയാൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണത് വേറെ വിഷയം. ബദരീങ്ങളെ കുറിച്ച് സ്വഹാബികൾ മദഹ് പറഞ്ഞ പാടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ കയറി വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദഹ് പാടി. അപ്പൊ ആ മദഹ് പാടിയത് നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെ പറയൂ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന ആ ഹദീസിനെ ഇയാൾ വളച്ച് കൂട്ടി മാറ്റി കൊണ്ടുവന്നിട്ട് ആണ് ഇപ്പൊ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് മുമ്പ് പറയണ എന്താ, ഈ സന്ദേശം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഇവിടെ കണക്ക് നോട്ടക്കാർക്ക്, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന കണക്ക് നോട്ടക്കാർക്ക്, സിദ്ധന്മാർക്ക്, തങ്ങന്മാർക്ക്, പണിക്കന്മാർക്ക്, തങ്ങന്മാർക്ക്, ബീവിമാർക്ക് എന്ത് പ്രസക്തി അവിടെ ഉണ്ടാകുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അത് പഠിക്കാത്തത് കൊണ്ടും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുമാണ് കണക്ക് നോട്ടക്കാരും പണിക്കന്മാരും തങ്ങന്മാരും ബീവിമാരും ഒക്കെ ഇവിടെ പ്രസക്തിയോടുകൂടെ നിലനിൽക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആശയം അംഗീകരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാവൂല. മലയാളാണ് പറഞ്ഞത്. അബ്ദുള്ള കോയ മദനി പാണക്കാട്ടത്തെ മൗലൂദ് ഓതി അരമണിക്കൂറായിട്ടില്ല. അപ്പോ അതേ സ്റ്റേജിൽ നിന്ന് കേട്ടതാണിത്. ഇതാണ് വഹാബികളുടെ സയ്യിദന്മാരോടുള്ള സ്നേഹം, തങ്ങന്മാരോടുള്ള ബഹുമാനം. അപ്പൊ അബ്ദുള്ള കോയ മദനിന്റെ പ്രസംഗം കേട്ടുകാണ്ട് ഊറ്റം കാട്ടി നടക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനണ്ടേ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ചിലതൊക്കെ കണ്ടു. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കിക്കോളി. വഹാബി തന്നെയാണ്. അവർക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അവർക്ക് ഇപ്പോഴും തങ്ങന്മാരും ഇല്ല, സയ്യിദന്മാരും ഇല്ല, ബീവിമാരും ഇല്ല. ഇവരൊക്കെ അവരിപ്പോഴും കാണുന്നത് പണിക്കന്മാരെ പോലെ, കണക്ക് നോട്ടക്കാരെ പോലെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന ആളുകൾ ഇവർക്കൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നാ. എന്നാൽ അബ്ദുള്ള കോയ മദനി അതേ വേദിയിലാണ് പ്രസംഗിച്ചത്. ജനങ്ങൾക്കൊക്കെ സ്വീകാര്യനായ, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായ, എല്ലാവരോടും വളരെ സുതാര്യമായി ഇടപെടുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മൗലൂദ് ഓതിയ അബ്ദുള്ള കോയ മദനിന്റെ അതേ പീഠത്തിൽ, അതേ മൈക്കിൽ, അതേ സ്റ്റേജിൽ, അതേ സദസ്സിനോട് അനീഫ് കായക്കൂടി നടത്തിയ പ്രസംഗമാണത്. ഇത്രയേ ഉള്ളൂ വഹാബിസം. അപ്പൊ അതൊന്നും കേട്ടുകാണ്ട് ആരും കുളിർത്തന്നലായിട്ട് നടക്കാൻ നിൽക്കണ്ട. ഓക്കെ, അസ്സലാമു അലൈക്കും.